ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി കണ്ടൻറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ എൻ്റെ മേക്കപ്പ് വ്ളോഗാണ്. അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതെന്നാണ് ഇന്ന് കാണാൻ പോകുന്നത്. ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി മേക്കപ്പാണ്. പിന്നെ നമുക്ക് ഡസ്കി സ്കിൻ ടോൺ, എന്നെ പോലെ ഡസ്കി സ്കിൻ ടോൺ ഉള്ളവർക്ക് പറ്റിയൊരു മേക്കപ്പ് തന്നെയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മേക്കപ്പിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത് പ്രൈമറാണ്. അപ്പോൾ ഞാനിവിടെ ബ്ലൂ ഹെവൻ്റെ ഒരു ജെൽ ടൈപ്പ് പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈമറാണ്. 200-ന് താഴെ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു ജെൽ ടെക്സ്ചർ ആയത് കാരണം നമുക്ക് ഫേസിൽ പോഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഫേസിൽ കുറച്ച് പോഴ്സ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യാം. അടുത്തായിട്ട് കളർ കറക്റ്ററാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു ഇൻസൈറ്റിൻ്റെ തന്നെ ഒരു പാലറ്റ് ഉണ്ട്. ഞാനത് യൂസ് ചെയ്ത് കുറേ ആയതാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു കളർ കറക്റ്ററാണ് ഇതാണ് ഞാൻ കളർ കറക്റ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫേസിൽ എവിടെയൊക്കെയാണ് നമുക്ക് ഡാർക്ക് ഷെയ്ഡായിട്ട് ഫീൽ ചെയ്യുന്നത് അവിടെ നമുക്ക് ഈ കളർ കറക്റ്റർ യൂസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഹാൻഡ് വെച്ചാണ് ഗൈസ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ബ്രഷ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കളർ കറക്റ്റ് അപ്ലൈ ചെയ്ത് വന്നു ഗൈസ്. അടുത്തായിട്ട് നമ്മൾ കൺസീലറാണ്. ഞാൻ കൺസീലറിൻ്റെ ഒരു സ്റ്റിക്ക് ടൈപ്പുള്ള സംഭവമാണ് യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് ബ്ലൂ ഹെവൻ്റെ തന്നെയാണ്. അപ്പോൾ നമുക്കിത് കണ്ണിൻ്റെ താഴെയും കണ്ണിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഐ ഷാഡോ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐ ഷാഡോ യൂസ് ചെയ്യുന്ന ഒരു കവർ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് തന്നെയാണ് നമ്മുടെ ഐൻ്റെ മുകളിലും യൂസ് ചെയ്യുന്നത്. നൈക്കയുടെ ഒരു ഐ ഷാഡോ പാലറ്റാണ്. ഇതിൽ 4 ഷെയ്ഡുള്ളൂ. പക്ഷേ ഗൈസ് നല്ലൊരു പാലറ്റാണ്, കാരണം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള 4 ഷെയ്ഡ്സും ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ഐ മേക്കപ്പിലൂടെ പോവാം. ഫസ്റ്റ് ഞാനൊരു ഡാർക്ക് ഷെയ്ഡാണ്, ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് ഗൈസ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കോർണറിൽ നമുക്ക് ആ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു കോർണറിൽ ഈ ഒരു പോർഷനിൽ നമുക്ക് കുറച്ച് ഷിമ്മർ ചെയ്തുള്ള ആ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഫൗണ്ടേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഹൈ കവർ വാട്ടർ പ്രൂഫ് ബേസ് ഫൗണ്ടേഷനാണ്. അപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ റേറ്റ് ഞാൻ ഓർക്കുന്നില്ല ഗൈസ്. ഷെയ്ഡ് വേണമെങ്കിൽ ഞാൻ പറയാം. 08 സൺ ബീച്ച് എന്നാണ് ഈ ഷെയ്ഡിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ ഇപ്പോൾ ഞാനങ്ങനെ നമ്മളുടെ കൺസീലറൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒരു കോമ്പാക്റ്റ്, ഇത് ഞാൻ മേബലിൻ്റെ കോമ്പാക്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് കോമ്പാക്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് പൗഡർ ഉണ്ടെങ്കിൽ പൗഡർ യൂസ് ചെയ്താലും മതി. അപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗത്ത് ഞാനത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ഞാനിവിടെ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലുള്ള ഒരു കൺസീലർ പാലറ്റിൽ നിന്ന് എടുത്താണ് ഞാനിവിടെ നമ്മളുടെ ഈ ഒരു നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട പോർഷൻസിൽ അത് വെച്ചിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഞാനിവിടെ ഒരു ബ്ലഷും യൂസ് ചെയ്തായിരുന്നു. അത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുക. നമുക്കൊരു പിങ്ക് കളർ ബ്ലഷാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ബ്ലഷ് അവിടെ ഞാൻ ഇവിടെ ചീക്കിൻ്റെ ഏരിയയിൽ കുറച്ച് ബ്ലഷ് എടുക്കാം. നമുക്ക് കയ്യിൽ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ടാബ് ചെയ്തിട്ട് കയ്യിൽ തന്നെ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ബ്ലഷും ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കോമ്പാക്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യണം. അപ്പോൾ ഈ ഐലൈനർ യൂസ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ വേണം. അപ്പോൾ ഈ ഐലൈനർ വരച്ചുകൊണ്ട് കുറച്ച് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ് ഗൈസ്. അപ്പോൾ ഞാനിത് വരച്ചിട്ട് വരാം. ഹായ് ഗൈസ്, ഞാൻ ഐലൈനറൊക്കെ വരച്ചു. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് മസ്കാരയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ബ്ലൂ ഹെവൻ്റെ മസ്കാര തന്നെയാണ്. കൂടുതൽ എൻ്റെ ഉള്ള പ്രോഡക്റ്റ്സ് ബ്ലൂ ഹെവനാണ്, കാരണം അഫോർഡബിൾ ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്റ്റ്സ് ബ്ലൂ ഹെവൻ്റെ തന്നെയാണ്. പ്രോഡക്റ്റ്സ് ഒക്കെ നല്ലത് തന്നെയാണ് ഗൈസ്. ഇതിന് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മസ്കാരയാണ്. അപ്പോൾ ഈ മസ്കാരയും കൂടെ വരച്ചിട്ട് നമുക്ക് കാണാം.
ഗൈസ് അങ്ങനെ നമ്മൾ ലാസ്റ്റ് ലിപ്സ്റ്റിക്കിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് മേബലിൻ ന്യൂയോർക്കിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് വന്നിട്ട് 808 പ്ലം ആണ്. അപ്പോൾ ഈ ഒരു പ്ലം ഷെയ്ഡ് നമുക്ക് ഡാർക്ക് സ്കിൻ ഉള്ളവർക്ക് ഭയങ്കര സ്യൂട്ടിംഗ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഗൈസ്. അപ്പോൾ നമുക്ക് പാർട്ടിക്കാല് വെഡിങ് ഈ ഒരു ഷെയ്ഡിട്ട് നല്ലൊരു ഹൈലൈറ്റ് ഫീൽ ചെയ്യാൻ വരും. ഞാനിപ്പോൾ ഓൾറെഡി ലിപ് ബാം ഇട്ടിട്ടുണ്ട്. പ്ലമ്മിൻ്റെ ഒരു ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്തത് ഗൈസ്. ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ലിപ് ബാം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക്കും കൂടി ഇട്ടിട്ട് കാണാം. ഞാനിവിടെ ലിപ് ലൈനർ യൂസ് ചെയ്തിട്ടില്ല ഗൈസ്. അപ്പോൾ എനിക്ക് ലിപ് ലൈനർ അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ കയ്യിൽ ഒരു ബ്രൗൺ ഷെയ്ഡിൻ്റെ ലിപ് ലൈനറാണുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ലിപ് ലൈനർ യൂസ് ചെയ്തിട്ടില്ല, ലിപ്സ്റ്റിക് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ഫൈനൽ ലുക്ക് കണ്ടാലോ.